ഒരു ഹോട്ടൽ മുതലാളി ഒരു സാധാരണക്കാരന്റെ ബിരിയാണി കച്ചവടത്തിൽ കൊണ്ടുവന്ന് എല്ലാം വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്ത പുറത്തു വരുന്നു. എന്തായാലും നെടുമങ്കാവിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. അതായത് ഒരു സാധാരണക്കാരൻ, അദ്ദേഹം ഒരു ഉപജീവനത്തിന് വേണ്ടിയാണ് ഈ ബിരിയാണിയുമായി ഇറങ്ങിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ബിരിയാണിയും എല്ലാം വലിച്ചെറിഞ്ഞോണ്ട് എന്താണ് സംഭവം? എന്താണ് സംഭവം? ഇന്നലെ വന്ന് പറഞ്ഞ് ഇവിടെ കച്ചവടം പറ്റത്തില്ല, അവന്റെ ഹോട്ടലില് ജോലിക്കാരുണ്ട്, അവർക്ക് വാടക കൊടുക്കണം. അതേ അറിയേണ്ട കാര്യമില്ല സാറേ. എനിക്ക് ഇതേപോലെ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ നിന്ന് വിൽക്കാനായിട്ട്. ഇന്ന് വിറ്റതായിക്കോട്ടെ, നാളെ നീ ഇവിടെ കാണല്ലേന്ന് പറഞ്ഞു. നാളെ കാണരുതെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞു നാളെ ഇവിടെ കണ്ടുപോലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു 10-15 കൊണ്ടുവരും, അരമണിക്കൂർ കൊണ്ട് തീരെ ഞാൻ വൈകിട്ട് വരെ ഒന്നും ഇരിക്കുന്നില്ല. അത് ഇന്ന് ഒരു 12:30 വന്ന് നിന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞതല്ലടാന്ന് പറഞ്ഞിട്ട് ഈ കുടയെ പിടിച്ച് ഒറ്റ വലി ഒരു 10 കൊണ്ടുവന്ന അതിൽ 5 കിട്ടുള്ളൂ. അത് ശരിയാ. 10-20 പരിപാടി പാവപ്പെട്ട ജീവിക്കാനായിട്ട് വന്നില്ലേ, പന്ന പരിപാടി തന്നെ കല്യാണി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടുത്തെ കൊണ്ടയാണവിടെ. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഈ പാവപ്പെട്ട ജീവിക്കാൻ വന്ന് അവൻ മറ്റുള്ളവർക്ക് ശല്യമില്ല, ഒന്നുമില്ല, അവൻ വിറ്റോണ്ടിരിക്കുന്നേ. അത് എടുത്ത് കളയേണ്ട കാര്യമുണ്ടോ? പാവപ്പെട്ട സുഖമില്ലാത്ത ഒരാളാണ്. പുള്ളിയാണ് 10-15 ബിരിയാണി കൊണ്ടുവന്നത്. അതിങ്ങനെ തട്ടിക്കളയെന്ന് വെച്ചാൽ വളരെ മോശമാണ്, വളരെ മോശപ്പെട്ട ഒരു കാര്യം പുള്ളി ചെയ്തത്. അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. അത് 100 രൂപയ്ക്കാണ് ബിരിയാണി കൊടുക്കുന്നത്. അത് 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇപ്പൊ എങ്ങനെ കിട്ടത്തില്ല, 100 രൂപയ്ക്കൊന്നും കിട്ടത്തില്ല. നെടുമങ്കാവിൽ ഒരു ബിരിയാണി കച്ചവടം ചെയ്യുകയായിരുന്ന ഈ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം ആരെയും ദ്രോഹിക്കാതെ ഒരു സൈഡിൽ വന്നിരുന്നത് ബിരിയാണി കച്ചവടം. അതായത് വെറും 100 രൂപയ്ക്കാണ് അദ്ദേഹം ബിരിയാണി നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട്